നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് LGSന്റെ സിലബസ് കംപ്ലീഷൻ ചലഞ്ചിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഭൗതിക ശാസ്ത്രം രസതന്ത്രം എന്ന ഭാഗത്തുള്ള ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും ഈ ഭാഗമാണ്. ഈ ഭാഗത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് നമ്മൾ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക ഏതാണ്? ഇതിൽ ഏകദേശം ഒരു 72 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ 72 ബാക്കിൽ നിന്ന് അങ്ങോട്ടാട്ടോ തുടങ്ങുന്നത്. അപ്പോൾ PDF കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 72ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഇത് ആറ്റം എന്നറിയപ്പെടുന്നത്, അല്ലേ? ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഇത് ആറ്റം എന്നറിയപ്പെടുന്നത്. ഇനി ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്കേതാണ്? ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്കേതാണ്? ഏതാ? ആറ്റമോസ് ആണ്. ഓപ്ഷൻ ഡി, ആറ്റമോസ് ആണ്. അപ്പോൾ ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഏതുണ്ടായത്? ആറ്റം എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഇനി ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താ ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം? ഓപ്ഷൻ സി ആണ്, വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. അപ്പം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് ഇത് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന വാക്കുണ്ടായിട്ടുള്ള ഗ്രീക്ക് പദം ചോദിച്ചാൽ ആറ്റമോസ് ആണ്. ആറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വിഭജിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. ഇനി ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ആരാ? ഓപ്ഷൻ സി ആണ്, ഓസ്റ്റുവാർഡാണ്. ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? ഓസ്റ്റുവാർഡാണ്. ഇനി ആറ്റത്തിൻ്റെ ചാർജ് എന്താണ്? ആറ്റത്തിൻ്റെ ചാർജ് എന്താണ്? എന്താ ആറ്റത്തിൻ്റെ ചാർജ്? ആറ്റത്തിന് ചാർജ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ആറ്റത്തിന് എന്തില്ല? ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ഇല്ല. ഇനി ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ്? ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന അവസ്ഥ ഏതാണ്? ഏതവസ്ഥയിലാണ് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, പ്ലാസ്മ അവസ്ഥയിൽ എന്ത് ചെയ്യും? ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നുണ്ട്. നോർമലി ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ആറ്റത്തിന് ചാർജ് ഇല്ല. എന്നാൽ ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? അത് പ്ലാസ്മയാണ്. ഇനി ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാ? ഓപ്ഷൻ സി ആണ്, ഡെമോക്രീറ്റസ് ആണ്. ഡെമോക്രീറ്റസ്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ഡെമോക്രീറ്റസ് ആണ്. ഇനി ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചതാരാണ്? ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചതാരാണ്? ആരായിരുന്നു ആറ്റത്തിൻ്റെ സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത്? ഓപ്ഷൻ ഡി ആണ്, ജെ തോംസൺ ആണ്. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാ? ജെ തോംസൺ ആണ്. ഇനി സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആരായിരുന്നു? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓപ്ഷൻ ഡി ആണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പോൾ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജെ തോംസൺ ആണ്. അതുപോലെ സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? ഏണസ്റ്റ് റൂദർഫോർഡുമാണ്. ഇനി റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മോഡൽ തയ്യാറാക്കിയതാരാണ്? റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ബോർ മോഡൽ അവതരിപ്പിച്ചതാരാണ്? ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, നീൽസ് ബോർ ആണ്. നീൽസ് ബോർ ആണ്. അപ്പോൾ ഓർത്ത് നോക്കുക, 1908 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? റൂദർഫോർഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ആറ്റത്തിൻ്റെ മാതൃക ആദ്യമായിട്ട് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാ? ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെയാണ് ആര് ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയത്? ആര്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഓർത്ത് നോക്കുക, ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെയാണ് ആറ്റത്തിൻ്റെ മാതൃക ആര് തയ്യാറാക്കുന്നത്? ഏണസ്റ്റ് റൂദർഫോർഡ് തയ്യാറാക്കുന്നത്. വർഷം ഓർത്തു നോക്കുക, 1911 റൂദർഫോർഡ് എന്ത് ചെയ്യുന്നത്? ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കുന്നത്.
ഈ റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു ആര്? നീൽസ് ബോർ എന്ന് പറയുന്നത് അല്ലെ. നീൽസ് ബോർ ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ആരാ? നീൽസ് ബോർ തന്നെയാണ്. ഇനി പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ ആരാണ്? പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ ആരാ? ഓപ്ഷൻ ഡി ആണ്, കണാദ മുനിയാണ് അല്ലെ. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ ചോദിച്ചാൽ ആരാ? കണാദ മുനിയാണ്. ഇനി ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ആരാ ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ബി ആണ്, കണാദ മുനിയാണ്. കണാദ മുനിയാണ്. അപ്പം ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചതാരാ? കണാദനാണ്. അതുപോലെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യത്തെ ഋഷിവര്യൻ ചോദിച്ചാൽ ആരാ? കണാദനാണ്. പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ചോദിച്ചാൽ ആരാ? അതും കണാദനാണ്. ഇനി പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ നമ്മൾ പറഞ്ഞു ആരാ? കണാദ മുനിയാണ് അല്ലേ. കണാദ മുനിയാണ് അല്ലെങ്കിൽ കണാദനാണ്. പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ചോദിച്ചാൽ ആരാ? കണാദ മുനിയാണ്. ഇനി 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാ? ഓപ്ഷൻ സി ആണ്, ഗോൾഡ് സ്റ്റെയിൻ ആണ്. ഗോൾഡ് സ്റ്റെയിൻ ആണ്. വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് ആരാന്ന് പറഞ്ഞു? നീൽസ് ബോർ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ഒന്ന്, ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആശയമാണ് ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. രണ്ടാമത്തത്, ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ എന്തെന്ന് വിളിക്കാം? ഊർജ നിലകൾ എന്ന് വിളിക്കാം. എന്താ പറഞ്ഞേ? ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ എന്ത് ചെയ്യാം? നമുക്ക് ഷെല്ലുകളെ ഊർജ നിലകൾ എന്ന് വിളിക്കാം. ഇനി മൂന്നാമത്തത്, ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലുകളുടെ ഊർജം കൂടുന്നു. ഇതായിരുന്നു ബോറിന്റെ ആറ്റം മാതൃകയിലെ പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒരു 3 ഓർത്തു വെക്കുക. ഒന്നാമത്തത്, ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. അതുപോലെ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്? ഓരോ നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ നമുക്ക് എന്ത് ചെയ്യാം? ഷെല്ലുകളെ ഊർജ നിലകൾ എന്ന് വിളിക്കാം. അതുപോലെ മൂന്നാമത്തത്, ന്യൂക്ലിയസിൽ നിന്ന് അകലം തോറും ഷെല്ലുകളുടെ ഊർജം എന്താ ചെയ്യുന്നത്? കൂടി വരുന്നു എന്നുള്ളതും ആരാണ്? നമ്മുടെ ആറ്റം മാതൃകയിലെ ബോറിന്റെ ആറ്റം മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഇനി 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാ? ജെ തോംസൺ ആണ്. ഓപ്ഷൻ സി, ജെ തോംസൺ ആണ്. ഇനി ആറ്റത്തിന്റെ പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റത്തിന്റെ പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാ? ഓപ്ഷൻ ഡി ആണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാ? പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാ? ആരാ? ജെ തോംസൺ ആണ് അല്ലെ. ജെ തോംസൺ ആണ്. ഇനി ഒന്നും കൂടി അല്ലേ ഉള്ളൂ. ഏതാ അടുത്തത്? ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാ? ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാ? ആരാ ന്യൂട്രോൺ കണ്ടെത്തിയത്? ഓപ്ഷൻ ബി ആണ്, ജെയിംസ് ചാഡ്വിക് ആണ് അല്ലെ. ജെയിംസ് ചാഡ്വിക് ആണ്. ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് നോക്കാം? പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ് അല്ലേ. ഇത് ഓർത്ത് നോക്കാൻ വേണ്ടിയിട്ട് പെൻ എന്ന് ഓർക്കുക. എന്നിട്ട് RTC. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാ? പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാ? തോംസൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാ? ചാഡ്വിക്. അപ്പം ഇങ്ങനെ ഓർത്ത് നോക്കുക കേട്ടോ. പെൻ RTC എന്ന് ഓർത്ത് നോക്കുക. പ്രോട്ടോണ് റൂദർഫോർഡ്, ഇലക്ട്രോൺ തോംസൺ, ന്യൂട്രോൺ ചാഡ്വിക്.
ഇനി ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഓപ്ഷൻ ഡി ആണ്, റൂദർഫോർഡ് തന്നെ അല്ലെ. റൂദർഫോർഡ് ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ഇനി അടുത്തത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ഏതാ? റൂദർഫോർഡ് കണ്ടുപിടിച്ച ന്യൂക്ലിയസ് ആണ് ഏത്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്ന് അറിയപ്പെടുന്നത്. ഇനി ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? ന്യൂക്ലിയസിന് ചാർജ് എന്താ? ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് ചോദിച്ചാൽ ഏതാ? പോസിറ്റീവ് ചാർജ് ആണ്. ഇനി പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് എന്താണ്? പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതാണ് എന്താ? ന്യൂക്ലിയോണുകളാണ് അല്ലെ. ഓപ്ഷൻ ഡി ന്യൂക്ലിയോണുകളാണ്. പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ ചേർന്നാൽ ഏതാ ഉണ്ടാകുന്നത്? ന്യൂക്ലിയോണുകളാണ്. ഇനി ആറ്റത്തിന്റെ വലുപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? ആറ്റത്തിന്റെ വലുപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? എത്ര വലുതാ? 10⁵ ആണ്. 10⁵ ആണ്. ഓപ്ഷൻ ബി ആണ്, 10⁵ ആണ്. അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാ? 10⁵ എന്ന കാര്യം ഓർത്ത് നോക്കുക. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എത്രയാണ്? ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എത്രയാ? ഓപ്ഷൻ ബി ആണ്, 1836:1 ആണ്. ഓപ്ഷൻ ബി ആണ്, 1836:1 ആണ്. ഇനി ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാ? ഓപ്ഷൻ സി ന്യൂക്ലിയസിലാണ്. ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാ? ന്യൂക്ലിയസിലാണ്. ഇനി സൗരയൂഥ മാതൃകയുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാ? ഓപ്ഷൻ ഡി ആണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? ഇലക്ട്രോണിന്റെ മാസ് ഏതാ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇലക്ട്രോണിന്റെ മാസ്. 9.109 × 10⁻³ കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? ഓപ്ഷൻ സി ആണ്, 1.602 × 10⁻⁻19 ആണ് ഇത് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാ? കണ്ടെത്തിയത് ഓപ്ഷൻ ബി ആണ്, മില്ലിക്കൻ ആണ് അല്ലെ. മില്ലിക്കൻ ആണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാ? മില്ലിക്കൻ ആണ്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്താനായിട്ട് ഉപയോഗിച്ച പരീക്ഷണം ഏതാണ്? ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്താനായിട്ട് ഉപയോഗിച്ച പരീക്ഷണം ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. ഓപ്ഷൻ ബി ആണ്, ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്താനായിട്ട് ഉപയോഗിച്ച പരീക്ഷണമാണ് ഇത്, ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഇനി ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയതാരാണ്? ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയതാരാണ്? ആരാ? ഓപ്ഷൻ ബി ആണ്, ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാന്ന് വെച്ചാൽ ആരാ? ജെ തോംസൺ ആണ്. ഇനി ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആറ്റത്തില് നെഗറ്റീവ് ചാർജുള്ള കണം ഏതാ? ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോൺ അല്ലെ. ഓപ്ഷൻ സി, നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. ഇനി ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് എന്താണ്? ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് എന്താണ്?
എന്താ? ഇലക്ട്രോൺ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോൺ ആണ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് എന്താ? ഇലക്ട്രോൺ ആണ്. ഇനി ഒരു പദാർത്ഥത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് എന്താ? ഒരു പദാർത്ഥത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് എന്താണ്? എന്താ? ഓപ്ഷൻ ബി, ഇലക്ട്രോൺ ആണ്. ഒരു പദാർത്ഥത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇലക്ട്രോൺ ആണ്. ഇനി ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? എന്താ? ഇലക്ട്രോണുകൾ തന്നെയാണ് അല്ലേ. ഓപ്ഷൻ ഡി, ഇലക്ട്രോണുകൾ തന്നെയാണ്. അപ്പോൾ ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഒരു പദാർത്ഥത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്, ഇലക്ട്രോണുകളാണ്. ഇനി ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വെച്ചതാരാം? ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വെച്ചതാരാം? ആരാ? ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. ഓപ്ഷൻ ഡി ആണ്, ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. ഇനി ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാം? ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാം? ആരാ? ഓപ്ഷൻ ബി ആണ്, ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോയി ആണ്. ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോയി ആണ്. ഇനി ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഏതാണ്? ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രോൺ ആണ്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ചോദിച്ചാൽ ഏതാ? ഇലക്ട്രോൺ ആണ്. ഇനി പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നമ്മൾ പറഞ്ഞില്ലേ, ഇത് ആരായിരുന്നു പ്രോട്ടോൺ കണ്ടെത്തിയത്? ഓപ്ഷൻ എ ആണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി പ്രോട്ടോൺ പറഞ്ഞു. ഇനി പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? പ്രോട്ടോണിന്റെ മാസ് ഓപ്ഷൻ ഡി ആണ്, 1.6726 × 10⁻⁻27 കിലോഗ്രാം ആണ് ഇത് പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇനി ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാ? ഓപ്ഷൻ എ ആണ്, പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ പോസിറ്റീവ്. പ്രോട്ടോൺ ഏതാ? പോസിറ്റീവ്. ഇനി ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് എന്താ? ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താ? എന്താ? ഓപ്ഷൻ ഡി ആണ്, പ്രോട്ടോൺ ആണ്. ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? പ്രോട്ടോൺ ആണ്. ഇനി ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ജെയിംസ് ചാഡ്വിക് ആണ് അല്ലെ. ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം എന്നറിയപ്പെടുന്ന ഏതാണ്? ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാ? ന്യൂട്രോൺ ആണ് അല്ലെ. ഓപ്ഷൻ സി, ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം എന്നറിയപ്പെടുന്ന ഏതാ? ന്യൂട്രോൺ ആണ്. ഇനി ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാ? ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാ? ഏതാ? ഓപ്ഷൻ സി ആണ്, ന്യൂട്രോൺ ആണ്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ചോദിച്ചാൽ ഏതാ? ന്യൂട്രോൺ ആണ്. ഇനി ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാ? ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാ? ഏതാ? ഓപ്ഷൻ ബി, ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. ഇനി പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആന്റി പാർട്ടിക്കിളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആന്റി പാർട്ടിക്കിളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാ? പോൾ ഡിറാക്ക് ആണ്. ഓപ്ഷൻ എ, പോൾ ഡിറാക്ക്. ഇനി ഇലക്ട്രോണിന്റെ അതേ മാസുള്ളതും എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളാണ് ഡാഷ്. ഇലക്ട്രോണിന്റെ അതേ മാസുള്ളതും എന്നാൽ ചാർജ് വിപരീതവുമായിട്ടുള്ള കണങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏത് പേരിലാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ, പോസിട്രോൺ ആണ് അല്ലേ. ഓപ്ഷൻ എ പോസിട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളാണ് ഇത് പോസിട്രോണ്. ഇനി പോസിട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പോസിട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ ബി ആണ്, കാൾ ആൻഡേഴ്സൺ ആണ് കേട്ടോ. പോസിട്രോൺ കണ്ടെത്തിയതാരാ? കാൾ ആൻഡേഴ്സൺ ആണ്. ഇനി പോസിട്രോണിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്കൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? പോസിട്രോണിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്കൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്?
ഏതാ? ഓപ്ഷൻ ബി ആണ്, കാർബൺ 11 ആണ്. ഓപ്ഷൻ ബി കാർബൺ 11 ആണ്. ഇനി പ്രോട്ടോണിന്റെ തുല്യ മാസ് ഉള്ളതും പ്രോട്ടോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങൾ ഏതാണ്? പ്രോട്ടോണിന്റെ തുല്യ മാസ് ഉള്ളതും പ്രോട്ടോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങൾ ഏതാ? ആന്റി പ്രോട്ടോൺ ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആന്റി പ്രോട്ടോൺ ആണ്. ഇനി ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ഏതാണ്? ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് ഏത്? ആന്റി ന്യൂട്രോൺ അല്ലേ? ഓപ്ഷൻ ഡി ആന്റി ന്യൂട്രോണ്. 20ാമത്തെ ചോദ്യം, ആന്റി ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ആന്റി ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ആന്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാ? ഓപ്ഷൻ ഡി ആണ്, ബ്രൂസ് കോർക്ക് ആണ്. ആന്റി ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ബ്രൂസ് കോർക്ക് ആണ്. ഇനി ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏതാ? ഓർബിറ്റ് ആണ്. ഓപ്ഷൻ എ ഓർബിറ്റ് എന്ന പേരിലാണ് ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓർബിറ്റ് എന്ന പേരിലാണ്. ഇനി ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? അതിനൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? എന്താ? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 2n² ആണ് അല്ലേ? 2n² ആണ്. ഇനി ഓർബിറ്റലിന്റെ ആകൃതി എന്താണ്? ഓർബിറ്റലിന്റെ ആകൃതി എന്താണ്? എന്താ? വൃത്താകൃതിയാണ്. ഓപ്ഷന് വൃത്താകൃതിയാണ്. ഇനി എസ് സബ്ഷെല്ലിന്റെ ആകൃതി എന്താണ്? എസ് സബ്ഷെല്ലിന്റെ ആകൃതി എന്താണ്? എന്താ എസ് സബ്ഷെല്ലിന്റെ ആകൃതി? ഗോളാകൃതിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ഗോളാകൃതിയാണ്. ഇനി ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഡാഷ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഡാഷ്. എന്താ? ഐസോബാർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഐസോബാർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഇത്? ഐസോബാർ. ഇനി ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഡാഷ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഡാഷ്. എന്താ? ഐസോടോപ്പുകളാണ്. ഓപ്ഷൻ എ ഐസോടോപ്പുകളാണ്. ഇനി ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഡാഷ്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഡാഷ്. എന്താ? ഐസോടോണുകളാണ്. ഓപ്ഷൻ ബി ഐസോടോണുകളാണ്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഏത്? ഐസോടോണുകൾ. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം എത്രയാണ്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം എന്താ? അതാണ് അതിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അല്ലെ? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ഇത്? അതിൻ്റെ അറ്റോമിക നമ്പർ. ഇനി ഒരാറ്റത്തിൻ്റെ അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം എന്താണ്? ഒരാറ്റത്തിൻ്റെ അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം എന്താ? ഇസഡ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഇസഡ് ആണ്. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം എന്താണ്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് എന്ത്? മാസ് നമ്പർ. ഇനി ഒരാറ്റത്തിലെ അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന പ്രതീകം എന്താ? ഒരാറ്റത്തിലെ അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന പ്രതീകം എന്താ? ഓപ്ഷൻ എ ആണ്, എ തന്നെയാണ്. ഒരാറ്റത്തിലെ അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന എന്താ? എ ആണ്. ഇനി എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എത്രയാ? 2 എണ്ണമാണ് അല്ലെ? 2 എണ്ണമാണ്. ഓപ്ഷൻ ഡി 2 എണ്ണമാണ്. ഇനി പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 6 ആണ് കേട്ടോ. 6 എണ്ണമാണ്. ഇനി ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 10 ആണ് കേട്ടോ. 10 ആണ്.
അഞ്ചാമത്തെ ചോദ്യം, എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 14. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 14. ഇനി കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 2 എണ്ണമാണ്. ഇനി എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 8 എണ്ണമാണ്. ഇനി എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 18 കേട്ടോ. ഓപ്ഷൻ ബി ആണ്, 18. ഇനി എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32 കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, 32 എണ്ണമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയാലോ നമുക്ക്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് ഇത് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദമാണ് ഇത് ആറ്റമോസ് എന്ന് പറയുന്നത്. ആറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അല്ലേ. ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഓസ്റ്റുവാർഡാണ് അല്ലേ. ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ഓസ്റ്റുവാർഡാണ്. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞനോ? അത് ജോൺ ഡാൾട്ടൺ ആണ് അല്ലേ. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ? ജോൺ ഡാൾട്ടൺ ആണ്. ഏത് വർഷം? 1807 അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ആര്? ജോൺ ഡാൾട്ടൺ. ഇനി പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ആരായിരുന്നു? കണാദ മുനിയാണ് അല്ലേ. പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പ്രസ്താവിച്ച ഭാരതീയനായിരുന്നു ആര്? കണാദ മുനി. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് ആരാ? കണാദനാണ്. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യത്തെ ഭാരതീയൻ ചോദിച്ചാലും ആരാ? കണാദനാണ്. ഇനി അദ്ദേഹം വൈശേഷിക സൂത്രം എന്നൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടോ? കണാദൻ ഓർത്തു വെക്കുക. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ കണാദനാണ്. ഇനി ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ആരായിരുന്നു? 1911 ആരായിരുന്നു? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ആരാന്ന് വെച്ചാൽ ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. വർഷം ഓർത്തു വെക്കുക, 1911. ഇദ്ദേഹത്തിന് 1908 എന്ത് ചെയ്തിട്ടുണ്ട്? രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 1908 രസതന്ത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇനി റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക അവതരിപ്പിച്ചതായിരുന്നു ആര്? നീൽസ് ബോർ അല്ലെ. ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ആരായിരുന്നു? നീൽസ് ബോർ ആണ്. ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറി അടിസ്ഥാനമാക്കിയിട്ടോ. അതും കൂടി ഒന്ന് ഓർത്തു വെക്കണേ. ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഏതാ? ക്വാണ്ടം തിയറി അടിസ്ഥാനമാക്കിയിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ബോറിന്റെ ആറ്റം മാതൃകയിലെ പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. രണ്ടാമത്തത്, ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഊർജ്ജ നിലകളെന്ന് വിളിക്കാം. അതേപോലെ ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഷെല്ലുകളുടെ ഊർജ്ജം കൂടിക്കൂടി വരുന്നുണ്ട്. ഇനി അടുത്ത പഠിച്ചത് 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഗോൾഡ് സ്റ്റെയിൻ അല്ലെ. ഗോൾഡ് സ്റ്റെയിൻ 1886 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ആര്? ഗോൾഡ് സ്റ്റെയിന്. അതുപോലെ 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനോ? അത് ജെ തോംസൺ ആണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആരായിരുന്നു? ഗോൾഡ് സ്റ്റെയിനും. നെഗറ്റീവ് ആണെങ്കിൽ ജെ തോംസനുമാണ്.
ഇനി ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ആറ്റത്തിന് എന്തില്ല? ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിലെ 3 കണങ്ങൾ അല്ലെങ്കിൽ മൗലിക കണങ്ങൾ എന്നറിയപ്പെടുന്നതാണ് ഏതൊക്കെ? പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോൺ അല്ലെ. പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ കേന്ദ്രമാണ് ഇത് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിന്റെ വലിപ്പം എത്രയായിരുന്നു? 10⁵5 ഇരട്ടി അല്ലെ 10⁵5 ഇരട്ടിയായിരുന്നു. ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിന്റെ വലിപ്പം എത്രയായിരുന്നു? 10⁵5 ഇരട്ടിയായിരുന്നു. ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗമാണ് ഇത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ഏതാ? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിലെ കണങ്ങൾ എന്താ? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ന്യൂക്ലിയസിലെ കണങ്ങളായിരുന്നു ഇത് പ്രോട്ടോണും ന്യൂട്രോണും. ഇത് രണ്ടിനെ എന്താ പറയുന്നത്? ന്യൂക്ലിയോണുകൾ എന്നല്ലേ. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നാൽ എന്താ? ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നുണ്ട്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏതായിരുന്നു? ന്യൂട്രോൺ ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ചോദിച്ചാൽ ഏതാ? ന്യൂട്രോൺ ആണ്. അതുപോലെ ആറ്റത്തിന്റെ ഭാരം കൂടിയ കണം ചോദിച്ചാൽ ഏതായിരുന്നു? പ്രോട്ടോൺ ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാ? ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണോ? അത് പ്രോട്ടോണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ചോദിച്ചാൽ ഏതാ? പ്രോട്ടോൺ ആണ്. ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? അതും പ്രോട്ടോൺ ആണ് കേട്ടോ. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ മാസ് എന്തിനു തുല്യമാ? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. ഇതൊന്ന് ഓർത്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഒരു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. അതുപോലെ ആറ്റത്തിന്റെ ഭാരം കുറഞ്ഞ കണം നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ചോദിച്ചാൽ ഏതാ? ഇലക്ട്രോൺ ആണ്. ഇനി വേറെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എന്തായിരിക്കും എണ്ണം? തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുപോലെ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? മില്ലിക്കൻ ആയിരുന്നു അല്ലെ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? മില്ലിക്കൻ ആണ്. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ആരായിരുന്നു? ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോൺ സ്റ്റോൺസ്റ്റോണിയാണ് അല്ലെ. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ആരായിരുന്നു? ജോൺ സ്റ്റോൺസ്റ്റോണിയാണ്. അതുപോലെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും അറിയപ്പെടുന്ന ഏത് പേരില്ല? ദ്വൈത സ്വഭാവം എന്ന അല്ലെ. ഈ ദ്വൈത സ്വഭാവം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരായിരുന്നു അത് ലൂയിസ് ഡി ബ്രോഗ്ലി ആണ് അല്ലെ. ലൂയിസ് ഡി ബ്രോഗ്ലി ആണ് ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം കണിക സ്വഭാവം അറിയപ്പെടുന്നതാണ് ഏത്? ദ്വൈത സ്വഭാവം എന്ന്. ഈ ദ്വൈത സ്വഭാവം കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചാൽ ആരാ? ലൂയിസ് ഡി ബ്രോഗ്ലി ആയിരുന്നു. വേറെന്തായിരുന്നു പഠിച്ചത് നമ്മൾ? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്താ? അതാണ് നമ്മൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഓരോ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതായിരുന്നു? ഇസഡ് ആണ് അല്ലെ. അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്നത് ഇസഡ് ആയിരുന്നു. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയായിരുന്നു എന്ത്? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയായിരുന്നു എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതായിരുന്നു? എ ആയിരുന്നു അല്ലെ. മാസ് നമ്പർ എയും അറ്റോമിക നമ്പർ ആണെങ്കിൽ ഇസഡുമായിരുന്നു. അതുപോലെ നമ്മൾ പഠിച്ച സബ്ഷെല്ലുകൾ ഏതൊക്കെയായിരുന്നു? സബ്ഷെല്ലുകൾ ഏതൊക്കെയായിരുന്നു? SPDF അല്ലെ. SPDF ഏതൊക്കെയായിരുന്നു? SPDF. ഇതാണ് എന്ത്? സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത് അല്ലേ. സബ്ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും നമുക്ക്? സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരുന്നു? സബ്ഷെൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 എണ്ണമായിരുന്നു അല്ലെ. സബ്ഷെല്ലിൽ 2 എണ്ണം ഉൾക്കൊള്ളുമായിരുന്നു. പിയിലായിരുന്നെങ്കിൽ എത്രയായിരുന്നു? 6 എണ്ണമാണ്. ഡിയിലാണെങ്കിലോ 10 അല്ലെ. ഡിയിൽ 10 എണ്ണമായിരുന്നു. എഫിലാണെങ്കിലോ 14 എണ്ണം അല്ലെ. SPDF അങ്ങനെ എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 ആയിരുന്നു അല്ലേ. അതുപോലെ തന്നെ 4 ഷെല്ലുകളും പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? KLM അല്ലേ. 4 ഷെല്ലുകളും പഠിച്ചിട്ടുണ്ടായിരുന്നു. കെ ഷെല്ലിൽ എത്രയായിരുന്നു ഉൾക്കൊള്ളുന്നത്? 2 അല്ലെ. കെ ഷെല്ലിൽ 2ഉം എല്ലിലായിരുന്നു എല്ലിൽ എത്രയാ? എല്ലിൽ 8, എമ്മിൽ എത്രയായിരുന്നു? 18, എന്നിലോ 32മായിരുന്നു അല്ലേ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. വേറെന്താ പഠിച്ചത്? വേറെ ആറ്റം കണ്ടുപിടിച്ചു അല്ലെ. ആറ്റം കണ്ടുപിടിച്ചത് ആരാ? ജോൺ ഡാൾട്ടൺ ആയിരുന്നു. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതോ JJ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആയിരുന്നു. ന്യൂട്രോൺ കണ്ടെത്തിയതോ ജെയിംസ് ചാഡ്വിക്കും. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. അതുപോലെ പോസിട്രോൺ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സണും ആയിരുന്നു അല്ലേ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ ആരാ? കാൾ ആൻഡേഴ്സൺ അല്ലേ. പോസിട്രോൺ കണ്ടുപിടിച്ച ആരാ?
കാൾ ആൻഡേഴ്സൺ. അതുപോലെ ആന്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചാൽ ചേംബർലൈനും അതുപോലെ സെഗ്രെയിനുമാട്ടോ. ആന്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാ? ചേംബർലൈനും സെഗ്രെയിനുമായിരുന്നു. അതുപോലെ ആന്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചാൽ ബ്രൂസ് കോർക്കാണ്. ആന്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ബ്രൂസ് കോർക്കാണ്. അതുപോലെ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക, ന്യൂക്ലിയർ മാതൃക ഒക്കെ ചോദിച്ചാൽ ആരാ? റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക, ന്യൂക്ലിയർ മാതൃക ഒക്കെ ചോദിച്ചാൽ ആരാ? റൂദർഫോർഡ് ആണ്. അതുപോലെ തന്നെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചാൽ ആരാ? ജെ തോംസൺ ആണ്. ഇനി ആറ്റത്തിന്റെ വേവ് മെക്കാനിക് ചോദിച്ചാൽ ഇർവിൻ ശ്രോഡിംഗർ ആണ്. ആറ്റത്തിന്റെ വേവ് മെക്കാനിക് ആരാന്ന് വെച്ചാൽ ആരാ? ഇർവിൻ ശ്രോഡിംഗർ ആണ്. അതുപോലെ ആറ്റത്തിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ആരാന്ന് വെച്ചാൽ ഹെയ്സൻബർഗ് ആണ്. ആറ്റത്തിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ചോദിച്ചാൽ ആരാ? ഹെയ്സൻബർഗുമാണ്.